മീൻ കറിയാണ് കേട്ടോ. കാലത്ത് ബാക്കിയൊരു മണത്തിനാണ്, കറിക്ക് നല്ല മണം ഉണ്ടാവും. ലേശ ഉള്ളി, വലിയ ഉള്ളി അതൊന്ന് വഴറ്റാണ്. തക്കാളി, പച്ചമുളക്, പച്ചമുളക്, ഉള്ളി നല്ലോണം വഴറ്റി പൊടി ഇതാക്കിയിട്ട് മൂക്ക വല്ലാതെ വഴറ്റി വേണം, മൂക്കം വേണം. പൊടി ഇട്ടു, പച്ചമുളകും തക്കാളി ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റി വന്നു, വഴന്നിരിക്കണം നല്ലോണം. എന്നിട്ട് ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അതിലേക്ക് കുറച്ച് പുളി ഒഴിക്കാം. പുളി ഒഴിക്കുക. കുറച്ച് അയലക്കുട്ടികളെ കിട്ടിയിരുന്നു. കാലത്ത് ചിക്കനായിരുന്നു. അപ്പോൾ അത് ഇവിടെ പിന്നെ കൂട്ടില്ല, കുട്ടികളുടെ അച്ഛൻ കൂട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊരു ചെറിയൊരു കറി, മീൻ കറി. പുതിയ മീനാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഒരു നുള്ള് 3 വിരലുകൊണ്ട് ഒരു നുള്ള് ഉലുവട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി വഴറ്റുക. അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് നല്ലോണം വഴന്നതിന് ശേഷം കുറച്ച് പുളി ഒഴിച്ചിട്ട് വെച്ചാൽ ആ കറിക്ക് നല്ല മണം കിട്ടും. അത് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പടി കയറുമ്പോൾ അറിയാം മണം, നല്ല മണം. സുഗന്ധദ്രവ്യത്തിൽ പെട്ടതാണല്ലോ ഉലുവ, അപ്പോൾ നല്ല മണം കിട്ടും. അപ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അമ്മയുടെ ഒരു അറിവാണ്. അമ്മയുടെ ഒരു അയിലക്കറിയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒന്ന് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. കറിവേപ്പില വാങ്ങണതല്ല കേട്ടോ, ഇവിടെ ഉള്ളതാണ് കറിവേപ്പില. നല്ല സ്വാദുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി കാരണം പറയല്ല, നല്ല പുതിയ മീനാണ്. അതുകൊണ്ട് ഇപ്പം നമുക്കും പുതിയ മീനൊന്നും കിട്ടില്ലല്ലോ, ഇവിടെ മീൻ കിട്ടില്ല പുതിയത്. ഇന്നിപ്പോൾ പിന്നെ പുതിയ മീനാണ്, വൈകിട്ട് വന്നത് കാരണം പുതിയ മീനാണ്. അപ്പോൾ നല്ല മീനാണ്, അതുകൊണ്ട് കറി നന്നായി. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. ഓരോരുത്തരും ഓരോ തരത്തിലാണ് കറി ചെയ്യുക. ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ചെയ്തത് വെറും മുളകിട്ട് കുറച്ച് കറിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒക്കെ നോക്കി കറി ചെയ്ത് നോക്കുക. ഇതാണ് അമ്മ പറഞ്ഞില്ലേ ഇപ്പോൾ കറിയിലിട്ടാണ് കരിയേപ്പൊക്കെ ഇവിടെ ഉണ്ടെന്ന്. ഇതാണ് കരിയേപ്പ്. പിന്നെ അങ്ങനെ ഇതാണ്ട കുറേ ഇലകളും കാര്യങ്ങളും. ഇപ്പോൾ നല്ല തളിരിലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്, പക്ഷെ ഇപ്പോൾ കുറച്ച് കുറവായതുകൊണ്ടാണ്. പിന്നെ ഇതാ അവിടെ ഒരു ചെറിയൊരു കൊല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് അച്ഛൻ്റെ കൃഷിയാണ് കേട്ടോ. അച്ഛന് കൃഷിയൊക്കെ ഭയങ്കര ഇതാണ്. അങ്ങനെ ഇതാണ് വാഴയും കാര്യങ്ങളൊക്കെ ഇവിടെ. പിന്നെ ഇതെൻ്റെ അമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ റോസ്, നല്ല ലൈറ്റ് റോസാണ്. നല്ല ഭംഗി കാണാനൊക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.